Try to set boundaries in your professional life, or else you will get puni in your personal life ഇന്നല്ലെങ്കിൽ നാളും. ഞാൻ അതെന്തിനാ പറഞ്ഞു വെച്ചാൽ ഒന്ന് രണ്ട് അനുഭവം ഉണ്ടാകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ ഞാൻ പറയാൻ കാര്യം. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലപ്പോഴും, പക്ഷെ അഥവാ അത്ര മൈൻഡ് ആക്കാതെ കെയർലെസ് ആക്കി വിട്ടതാണ് എന്നെങ്കിൽ ഒരു റിമൈൻഡർ എന്നുള്ള രീതിയിലാണ് ഞാൻ അത് പറയുന്നത്. നമ്മളൊരു ഏജൻസിയിൽ കയറിയിട്ട് ഏജൻസി കയറിയതിന് ശേഷം ചിലപ്പോൾ 2 ദിവസം പോലും മര്യാദക്ക് തികച്ചായിട്ടുണ്ടാവില്ല. അപ്പോത്തിന് ആദിനബിന്റെ കാലം മുതലുള്ള എല്ലാ കാര്യങ്ങളും മറ്റൊന്നുള്ളതും പിച്ചിയതും നമ്മുടെ പേഴ്സണൽ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും ചിലപ്പോൾ ഇന്റിമേറ്റ് ഫ്രണ്ടിനോട് ഷെയർ ചെയ്യണ നമ്മൾ ഈ പറയുന്ന സോ കോൾഡ് തമാശ ഉണ്ടല്ലോ, ഈ തമാശകള് ചിലപ്പോൾ പറയാൻ പറ്റിയതുണ്ടോ പറയാൻ പറ്റാത്തതൊക്കെ ഉണ്ടാവും, ഒക്കെ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ. ഇത് നമ്മള് വർക്ക് ചെയ്യണ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ചിലപ്പോ എന്തുണ്ടാവും, ഒരു അങ്ങോട്ടോ ആ ആൾക്ക് നമ്മളിന് ഇഷ്ടപ്പെടാത്ത എന്താ സംഗതികളും കണ്ടിട്ടുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പണി തരാന് നമ്മൾ ഈ പറയപ്പെട്ട സോക്കോൾഡ് ഏതെങ്കിലും തമാശയിലെ നല്ല കയമ്പുള്ള ഭാഗം നോക്കിയിട്ട് തന്നെ നമ്മളെ സീനിയേഴ്സിനോ അല്ലെങ്കിൽ ബോസിനോടോ ഈ വിഷയങ്ങൾ അറിയിക്കും. ആ ആള് ശരിയല്ല, നോക്കി കണ്ടു നിന്നാല് നമുക്ക് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കണ നമ്മള് മനസ്സ് പോലും കരുതാത്ത ആളെന്നായിരിക്കും ആ ഒരു അനുഭവം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറയണത്, പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങള് കൊട്ടി ആഘോഷിച്ച് ഒന്നായിട്ട് പറയുന്നതിന്റെ മുമ്പ് ഒന്ന് കുറച്ചൊക്കെ നോക്കി കണ്ടും ഒരു സാവകാശം കൊടുത്ത് കണ്ടറിഞ്ഞ് ചെയ്താല് നമ്മളെ തടി നമുക്ക് തന്നെ കാക്കാം. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ബൈ.